യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബോനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബോനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. ഈ പുസ്തകത്തിനകത്ത് യഹോവയുടെ ശബ്ദം എന്ന 7 പ്രാവശ്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം. അത് 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, 3-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് 7 പ്രാവശ്യം ആവർത്തിച്ച് ഇതിൽ പഠിപ്പിക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരാധന. എന്താണ് ആരാധന? എന്താണ് ആരാധന? ആരാധനയ്ക്ക് പ്രത്യേകം വസ്ത്രങ്ങളുണ്ടോ? ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം വസ്ത്രം നമ്മൾ ധരിക്കാറുണ്ടോ എന്ന വിഷയമാണ് ഇതിനകത്ത് സങ്കീർത്തന പ്രമാണിയായ ദാവീദ് കൊടുത്തിരിക്കുന്നത്. പുരോഹിതന്മാർക്ക് പ്രത്യേക ആരാധന വസ്ത്രമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. കൈ ഉയർത്തി പറഞ്ഞാൽ മതി. ആമേൻ. ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേക വസ്ത്രം കരുതി വയ്ക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്തുക, ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട, കൈ ഉയർത്തണ്ട. നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ, ഞായറാഴ്ച വിശുദ്ധ ആരാധനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ വസ്ത്രം പ്രത്യേകിച്ചുള്ള വസ്ത്രത്തിലാണോ ആരാധനയ്ക്ക് പോകുന്നത് എന്നാ ചോദിച്ചത്. ഒരാൾ അനുസഹോരം മാത്രം. സ്തോത്രം. നല്ല കാര്യമാണ്. കാരണം ആരാധനയ്ക്ക് ഉള്ള വസ്ത്രം അത്രയും വിശുദ്ധമാണ്. ആ വസ്ത്രം ഉടുത്തുകൊണ്ട് നമുക്ക് വേറൊരിടത്തും പോകാൻ പ്രമാണം അനുവദിക്കുന്നില്ല. ആരാധനയ്ക്കുള്ള വസ്ത്രം ആരാധന കഴിഞ്ഞ് അതേപോലെ വൃത്തിയായി നമ്മൾ മാറ്റിവെക്കണം. ഇന്നത്തെ ഞാൻ പലയിടത്തും പോകുന്നതുകൊണ്ട് ഞാൻ പറയുക, ഇന്നത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തൊരു നാറ്റമെന്നറിയാമോ? വിശർപ്പിൻ്റെ ഗന്ധം, പിന്നെ പൂത്ത എണ്ണയും വാരി തേച്ച് വരുന്ന കുറേ എണ്ണം, ഒരു തല പോലും കഴുകാതെ, ഒരു വസ്ത്രം പോലും ഒന്ന് നല്ലതിടാതെ വരുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നും നമ്മുടെ സഭകളെല്ലാം ഉണ്ട്, എല്ലാ സഭകളിലും ഉണ്ട്. കുളിക്കാതെ പോലും വരുന്നവരുണ്ട്. എന്നാൽ പനിയാണെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ കുളിച്ചോണ്ടേ പോകും. ഇനി എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പനിയാണ്, കല്യാണത്തിന് പോയാൽ കുളിച്ചോണ്ടേ പോകും. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പോൾ വേറെ ആരെയും കാണിച്ചില്ലെങ്കിലും ആൾക്കാരെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? തെറ്റി ദൈവമക്കളെ, ആ ഒരു ചിന്താഗതി നമ്മളിലുണ്ടെങ്കിൽ അത് തെറ്റായ പഠിപ്പിലും തെറ്റായ ധാരണയുമാണ്. ഞാൻ വചനത്തിലേക്ക് വരാം. തെറ്റായ ധാരണയാണ്. ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണ് 29-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനകത്തെ ഓരോ കാര്യങ്ങളും ആരാധനയുടെ പ്രശസ്തിയെക്കുറിച്ചാണ്. ആമേൻ. എന്നാൽ നിങ്ങൾ നോക്കൂ, ദി പെന്തക്കോസ്റ്റ് മിഷൻ ഒരു പേരെടുത്ത് പറയുന്നതല്ല കേട്ടോ. ഞായറാഴ്ച നിങ്ങൾ നോക്കണം. എത്ര മഴയാണെങ്കിലും, എത്ര വെള്ളമാണെങ്കിലും, എത്ര റോട്ടി ചെളിയാണെങ്കിലും വെള്ളയും ഇടാതെ അവർ പോകത്തില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? വെള്ളയും ഇടാതെ അവർക്കൊരു യൂണിഫോം ഉണ്ട്. സെവന്ത് ഡേ ചർച്ച് അവർക്കൊരു യൂണിഫോം ഉണ്ട്, സ്റ്റാറെല്ലാം വെച്ച ഒരു യൂണിഫോം. അതിടാതെ അവർ പോകത്തില്ല. പോലീസുകാരന് യൂണിഫോം ഇല്ലേ? ഉണ്ട്. മിലിറ്ററിക്കാരന് യൂണിഫോം ഇല്ലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാ ആരാധിക്കുന്ന പെന്തക്കോസ്തർക്ക് യൂണിഫോം ഇല്ലാത്ത? പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് പോകുമ്പോൾ യൂണിഫോം ഒരു തുടി പോലും മാറ്റിവെക്കത്തില്ല. അതിട്ടുകൊണ്ട് മരണത്തിന് പോവുക, അതിട്ടുകൊണ്ട് കല്യാണത്തിന് പോവുക, അതിട്ടുകൊണ്ട് മാർക്കറ്റിൽ പോവുക, അതിട്ടുകൊണ്ട് മീൻ വാങ്ങാൻ പോവുക, പല കാര്യവും ആ ഒറ്റ ഡ്രസ് ഇട്ടുണ്ടാകും. പക്ഷെ ഇവിടെ പറയുന്നത് ആരാധനയ്ക്ക് പ്രത്യേക ഡ്രസ്സ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ചെയ്യണം. ഈ വരുന്ന ആഴ്ച മുതൽ ആരാധനയ്ക്ക് അനുസവരം അത് ചെയ്യുന്നുണ്ടെന്ന് പുള്ളി കൈപൊക്കി. സ്തോത്രം. അതാണ് യഥാർത്ഥമായ വചനപ്രകാരമുള്ള വ്യവസ്ഥ. അത് വിശുദ്ധ അലങ്കാരമാണ്.
പ്രൈസ് ദി ലോർഡ്. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമാണ്. ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു സ്ട്രെസ് അതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത്. തങ്കമേൻ്റെ വന്നല്ലോ. തങ്കമേൻ്റെ കൈ മാത്രം പൊക്കിയാൽ മതി, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആരാധനയ്ക്ക് പോകുമ്പോൾ, വിശുദ്ധ ആരാധനയ്ക്ക് പോകുമ്പോൾ ആൻറ്റി ആരാധനയ്ക്ക് മാത്രമായി ഡ്രസ്സ് മാറ്റിവെക്കാറുണ്ടോ? അതിട്ടുകൊണ്ടാണോ പോകുന്നത്? പോകണമെങ്കിൽ മാത്രം കൈ പൊക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, മ്യൂട്ടാക്കണ്ട. അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ പോകുന്നത് എങ്കിൽ കൈ പൊക്കുക, ഇല്ല എങ്കിൽ ഓക്കെ. ഇല്ല, പോരാ. ഈ 29 സങ്കീർത്തനം ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. ആരാധനയാണ്. നമ്മൾ വായിച്ച വാക്യം കേട്ടോ, 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് കേട്ടോ. 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. മഹത്വം കൊടുപ്പീൻ. എൻ്റെ ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ബൈബിൾ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, ആമേൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. അങ്ങനെയാണ് എൻ്റെ ബൈബിളിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്താ അലങ്കാരമാണ്? വിശുദ്ധ അലങ്കാരം. ചൂരമീനിൻ്റെ രക്തവും വീണ്, വാളയുടെ പല്ലും കടിച്ച്, കീറിയ സാരി കൊടുത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാൻറ്റ് ഇട്ടുകൊണ്ടൊന്നും അല്ല, ഷർട്ട് ഇട്ടുകൊണ്ടല്ല ആരാധനയ്ക്ക് പോവേണ്ട. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു തലമുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ആത്മീയ വർദ്ധനവിന്. ഞാൻ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ, മാവേലിക്കര തഴക്കര എന്ന് പറയും, ഇത് ഓൺലൈനിൽ പോകുന്ന ക്ലാസ്സാണ്, അവരും കേൾക്കും. ഒരു കാര്യം ഞാൻ പറയാം. അവിടെ പോയൊരു മീറ്റിങ്ങിന് പോയപ്പോഴത്തേനും എനിക്കൊരു റൂം തന്ന് കിടക്കാൻ. ഞാൻ ആ റൂമിൽ കിടക്കുമ്പോൾ അവിടെ 3 അലമാരയുണ്ട്. ആ പാസ്റ്റർ മുറിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഈ 3 അലമാര ഒന്ന് ലോക്കറാന്ന് ചോദിച്ചു. ലോക്കർ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, പാസ്റ്റർ നിൽക്കി, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളി ആ ലോക്കർ താക്കോല് പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് വന്ന് തുറന്നു തന്നു. അമ്പടാ, പ്രത്യേകിച്ച് ആരാധനയ്ക്കുള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെ തുണികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, ആരാധനയ്ക്ക് മാത്രം. സ്തോത്രം. അല്ല, വേറൊരു തുണിയുടെ കൂട്ടം വയ്ക്കത്തില്ല, വേറൊരു തുണിയുടെ കൂട്ടത്തിലിട്ട് നനയ്ക്കത്തില്ല. ശ്രദ്ധിക്കണം, നമ്മുടെ ആലയത്തിലുള്ള മേശവിരി ആരും വീട്ടിൽ കൊണ്ടുപോയി പുതപ്പിൻ്റെ കൂടെ ഇട്ട് നനയ്ക്കരുത്. അത് വിശുദ്ധമാണ്. അത് മേശമേൽ ശുശ്രൂഷിക്കുന്ന, പൗലൂസിന്റെ നിലയിൽ പറഞ്ഞാൽ മേശമേൽ ശുശ്രൂഷിക്കുന്ന തലത്തിലുള്ള ശുശ്രൂഷയുടെ വിരിയാണ് മേശവിരി. ആ മേശവിരി എടുത്ത് വേറെ ഒന്നിൽ കൂടെ ഇട്ട് നനയ്ക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ആമേൻ. എല്ലാം വെള്ളയാണ്, മേശവിരിയും വെള്ളയാ. എന്നാൽ പിന്നെ അച്ഛൻ്റെ ഉടുപ്പും അമ്മാമ്മയുടെ സാരിയും തുടങ്ങിയ തുണികളെല്ലാം വെള്ളയല്ലേ? എല്ലാം കൂടെ ഇട്ട് ഒരൊറ്റ നനപ്പ വാഷിംഗ് മെഷീനിലിട്ട് എല്ലാം അതിൻ്റെ പുറത്ത്. അവിടെ തുടങ്ങി ഇന്ന് രാത്രി ഈ ഒരു അധ്യായം നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കണം. 2-ാം വാക്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു, 2-ാമത്തെ പാരഗ്രാഫ്. വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. വിശുദ്ധ അലങ്കാരം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വിശുദ്ധം. ദൈവത്തിന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മ ആചരിക്കുന്ന, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ 5 പേര് കൂടിയിരുന്ന് ആഹാരം കഴിക്കുന്നതല്ല ഉദ്ദേശം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് കൂടെ ഇരുന്ന് നമ്മൾ ചിപ്സ് കഴിക്കുന്നതല്ല കൂട്ടായ്മ. കത്രുമേശ എന്ന കൂട്ടായ്മ ആചരിക്കുന്ന ഓരോ ദൈവ പൈതലും ജീവിതത്തിനകത്ത് കൊണ്ടുവരേണ്ട ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമാണ്. സ്തോത്രം. ഇന്നലകൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളിത് ചെയ്യണം. ഈ ഞായറാഴ്ച നിങ്ങൾ പോകുമ്പോൾ ഉള്ള തുണി മതിയെന്നേ, കഴിഞ്ഞ ആഴ്ചയിട്ട് സാരി മതി, ഷർട്ട് മതി, പാൻസ് മതി, അതിനെ കഴുകി പ്രത്യേകിച്ച് ഒരു കവറിലായാലും മതി, മറ്റ് തുണിയുടെ കൂടെ വയ്ക്കാതെ പ്രത്യേകിച്ച് നിങ്ങൾ മാറ്റി വയ്ക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ചർച്ചിൽ നമ്മുടെ സ്തോത്ര കാഴ്ചപാത്രം അല്ലെങ്കിൽ നമ്മുടെ അപ്പവും വീഞ്ഞും വയ്ക്കുന്ന പാത്രങ്ങൾ, അത് എല്ലാ പാത്രത്തിൻ്റെയും കൂടെ ഇട്ട് കഴുകരുത്. പ്രത്യേകിച്ച് കഴുകി പ്രത്യേക നിലയിൽ മാറ്റിവെക്കണം. സ്തോത്രം. ഇതെല്ലാം ഈ പുസ്തകത്തിനകത്ത് പറയപ്പെടുന്ന കാർമ്മിക ശുശ്രൂഷയുടെ ഉപദേശങ്ങളാണ്. ആമേൻ. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. നിങ്ങൾ നോക്കിക്കോളൂ. അടുത്തൊരു വാക്യത്തിലേക്ക് വന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിലേക്ക് വരും. ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വായിച്ചേ പെട്ടെന്ന് വായിച്ചേ.
ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഭൂമിയിൽ ഇഴയുന്ന ഒരു ഇഴജാതിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധ അലങ്കാരം ധരിക്കണം. സ്തോത്രം. ഭൂമിയിൽ ഇഴയുന്ന ഏതൊരു ഇഴജാതിയിലും നിങ്ങൾ തന്നെ എന്ത് ചെയ്യരുത്? അശുദ്ധമാക്കരുത്. അപ്പോൾ എല്ലാത്തിനെയും ഓടിയിട്ട് പിടിക്കാനോ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ പറന്നു നടക്കാനോ പറ്റില്ല. അത് ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്കറിയാം. വായിക്കേണ്ട റോമാലേഖനത്തിനകത്ത് 1-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം വരെ പഠിക്കുമ്പോൾ പൗലോസ് ലീഗ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ തേജസ്സിനായ ദൈവത്തെ ഈ ഭൂമിയിലുള്ള ഇഴജാതിയുടെ കൂടെയും മറ്റ് അഴിഞ്ഞു പോകുന്ന എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്തു? ആ കർത്താവിനെ ചേർത്ത് രൂപസാദൃശ്യമാക്കി വെച്ചു. ആമേൻ. നോക്കൂ, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാറ്റം കണ്ടോ? നോക്കൂ. അപ്പം നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. അതാണ് ഈ പുസ്തകത്തിൻ്റെ ആരാധനയുടെ മഹത്വം. അതാണ്. ഞായറാഴ്ച ആരാധന തുടങ്ങിയിട്ട് നിങ്ങൾ ആരും ചർച്ചിൽ പോകരുത് ദയവായി. ആരാധന തുടങ്ങുന്ന മുമ്പേ ചർച്ചിലെത്തണം. അതാണ് ഒരു ആത്മികൻ്റെ ഒരു കട. ആമേൻ. ഇന്ന് ഈ ഞായറാഴ്ച പോകുമ്പോഴൊക്കെ ഞാൻ നേരത്തെ പോകുന്ന ആരാധനയ്ക്ക് പോകണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റേ 11:30 വന്നാൽ മതി എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് എത്ര മണിക്കാണ് പാസ്റ്റേ? അത് 10 മണിക്കാണ്. ഞാൻ 9:40 അവിടെ എത്തി. അവർ പോലും പള്ളിയിൽ വന്നിട്ടില്ല. സ്തോത്രം. എൻ്റെ ദൈവപൈതലേ, ആരാധന തുടങ്ങുമ്പോൾ ഒരു 5 മിനിറ്റിൽ കരയാൻ, നമ്മളൊന്ന് ഉടയാൻ, നമ്മെ തന്നെ സമർപ്പിക്കാൻ ആരാധന തുടങ്ങുന്നു. ഇപ്പം ഇതെല്ലാം VIP-കളാണ്. പാസ് പോയി പായൊക്കെ ഇടട്ടെ, എല്ലാമൊക്കെ വിളമ്പി വെക്കട്ടെ, പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെക്കട്ടെ, ഞാൻ പിന്നത്തേൽ പോവാം. സ്വോത്ര കാഴ്ചയുടെ സമയത്ത് പോവാം. അപ്പോഴും കഴിച്ചുകൊണ്ടെങ്കിൽ പോരാല്ലോ. ആമേൻ. ഇന്ന് പരിപ്പോ പയറോ ചോറോ എന്താ കഴിഞ്ഞ് അറിയോ, അതിലുള്ളത് നമുക്ക് ഇട്ടാൽ മതി. ആ ഒരു ഭാവം മാറിയിട്ട് തേജസ്സിൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മളൊന്ന് അടുത്ത് വരണം. സങ്കീർത്തന ഭാഗം എന്ന് പറയുന്നത് ഒത്തിരി നമുക്ക് പഠിക്കാനുള്ള, ചിന്തിക്കാനുള്ള പുസ്തകമാണ് സങ്കീർത്തന ഭാഗം. അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ആരാധനയുടെ സമയം കറക്റ്റായിരിക്കണം. സ്തോത്രം. ഉറപ്പായിട്ടും നമ്മളത് ആ ഭാഗം കറക്റ്റായിരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗവും കറക്റ്റാണ്. എഴുതിക്കോളൂ. ആരാധന സംബന്ധിച്ച് ചില വാക്യങ്ങൾ എഴുതിക്കോളൂ. വാക്യങ്ങളല്ല, വാക്കുകൾ. ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ കൂട്ടക്ഷരം എഴുതരുത്. ആരാധനയ്ക്ക് സ്പേസ് ഇട്ട് എഴുതണം. ആരാധനയ്ക്ക് വേണ്ടി പുരോഹിതന്മാർ പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രം അണിഞ്ഞിരുന്നു. വസ്ത്രം അണിഞ്ഞിരുന്ന ചരിത്രപരമായും വിശുദ്ധ വസ്ത്ര അലങ്കാരം പക്ഷേ വിശുദ്ധമായ വസ്ത്രം എന്നും വിശുദ്ധി എന്ന വസ്ത്രം എന്നും വിശുദ്ധി എന്ന വസ്ത്രം എന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. ദൈവം വിശുദ്ധനാകയാൽ യഹോവയെ ആരാധിക്കുന്നവർ
വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. ലേവ്യ പുസ്തകം 11:44. അടുത്തൊരു വേദാംശത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായം 33-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു. നമുക്ക് ഈ ഭാഗം അറിയാം. 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. ഇതാരാണ്, എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏശാവ് എന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്താ 7 പ്രാവശ്യം സാഷ്ടാംഗം എന്ന് പറയുന്നത്? യാക്കോബ് ഏശാവ് നമുക്കറിയാം. അപ്പൻ്റെ അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തു. ആ ഭാവമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാവമൊക്കെ നമ്മൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കുറേ ഭാവങ്ങൾ കാണാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗം ഇവിടെ ഒറ്റ കാര്യമേയാണ് പറയുന്നത്. അവൻ അവർക്ക് മുൻപായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. ഏശാവ് ഓടി വന്നു അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ച് 2 പേരും കരഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. 2 പേരും എന്ത് ചെയ്തു? കരഞ്ഞു. നോക്കിയിരിക്കുക കാണാൻ. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ആരാധനയാണ്. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സേന ഇറങ്ങിയതാ. മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിൻ്റെ സേനയെ ഡയറക്റ്റ് ഇൻഡയറക്റ്റായി അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ യാക്കോബ്. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, എല്ലാവരും ആരാധിക്കുന്നവരാ, എല്ലാവരും ദൈവത്തിന് നാമത്തെ ഉയർത്തുന്നവരാ. ഞാൻ നിങ്ങളെല്ലാവരെയും ബഹുമാനിക്കുന്നു. നിങ്ങളെല്ലാം ശ്രേഷ്ഠന്മാരാണ്. ഒറ്റ കാര്യം ചിന്തിക്കണം, ആരാധനയ്ക്ക് നമ്മൾ ബാക്കിലോട്ടാകരുത്. നിങ്ങളുടെ ഓർമ്മയിൽ 2 വചനം കൂടെ തരുന്നു. 2 വചനം കൂടെ തരുന്നു. സങ്കീർത്തനം 89 എഴുതിക്കോളൂ. സങ്കീർത്തനം 89:6, 96, 96-7, 8, 68-34, 110-3, 18-10, 11, 68-33, 104-16, 114-4 മുതൽ 6 വരെ. 10-ാം സങ്കീർത്തനം അതിൻ്റെ 16, 68-35. ഇത്രയും ഭാഗം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നിരിക്കുക. എന്തുകൊണ്ടാണ് ഈ അധ്യായത്തിനകത്ത് ആരാധനയ്ക്ക് പ്രശസ്തി എന്നറിയാമോ? ഒന്നുമല്ലാതിരുന്ന ദാവീദിനെ എല്ലാമാക്കിയ ഒരു ദൈവം. ഒന്നുമല്ലാതിരുന്ന ദാവീദിനെ, അതുവരെ അവന് മനുഷ്യരായിട്ടുള്ള ഒരു ശത്രുവില്ല. ദാവീദിന് ആരും ശത്രുക്കളില്ല, മനുഷ്യരായിട്ട് ഒരാൾ പോലുമില്ല. വീട്ടുകാരല്ലാതെ ആരും ശത്രുക്കളായിട്ടുള്ള ഇല്ല. പക്ഷേ എപ്പോഴാണോ അവൻ്റെ തലയിൽ അഭിഷേക തൈലം ദൈവം ഒഴിച്ചത്, അന്ന് മുതൽ മനുഷ്യർ അവന് ശത്രുക്കളായി. രാജാക്കന്മാർ അവന് വിരോധമായി എണീറ്റു. ആമേൻ. അടുത്ത ഭാഗം എഴുതിക്കോളൂ. സ്തോത്രം. നമസ്കരിപ്പീൻ, നമസ്കരിപ്പീൻ. 2 പ്രയോഗമുണ്ട് കേട്ടോ അതിനകത്ത്. അഥവാ കുമ്പിടുവീൻ, അഥവാ കുമ്പിടുവീൻ ഒരു ആരാധന ശൈലിയാണ്.
ഒരു ആരാധന ശൈലിയാണ്. ബഹുമാന്യനായ ഒരു വ്യക്തിയുടെ മുന്നിൽ മുന്നിൽ കുനിഞ്ഞു നിന്ന് അയാളെ മാനിക്കുന്ന സമ്പ്രദായത്തിൽ നിന്നാണ് ഈ ആരാധന രീതി ഉടലെടുത്തത്. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറില്ലേ, ചില വ്യക്തികൾ ചില അഭിഷക്തന്മാരെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ രണ്ട് കൈയും കൂപ്പി ഇങ്ങനെ അവരുടെ മുമ്പിൽ കുനിയുന്നത്. അതെന്താ? നമ്മൾ അവരെ ബഹുമാനിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ മുണ്ടെടുത്തുകൊണ്ട് നിൽക്കുന്നു, മുണ്ട് നമ്മളിങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യും, മുണ്ടിൻ്റെ കുത്തുകെട്ട് അഴിച്ച് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുന്നു. കൈ കൊടുത്ത്, ചിലരെ കൈ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുനിയുന്നത്. അതൊക്കെ ഒരു ബഹുമാനമാണ്. സ്തോത്രം. അതാണ് പഴയ രീതിയിലുള്ള ഒരു സമ്പ്രദായം. ആരാധന എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന കൂടിവരവാ. അവിടെ ആരും തമ്മിൽ വാദിക്കേണ്ട ഇടമല്ല ആരാധന സ്ഥലം. ഒരേ മനസ്സോടെ ഒരേ ദൈവത്തെ ആരാധിച്ച് ഒരേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുമ്പിട്ട് ഒരേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരേ ഒരു സമയം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ഞായറാഴ്ച. അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, പല വെറൈറ്റി സ്പ്രേ എല്ലാം അത്ര എല്ലാം അടിച്ച് നല്ല വസ്ത്രങ്ങളുമായി ആലയത്തിൽ ചെല്ലണം, നല്ല സുഗന്ധമായി ആലയത്തിൽ ചെല്ലണം. എങ്ങനെ ഒരുങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരുങ്ങി വൃത്തിയായി അതിരാവിലെ ആരാധന ആലയത്തിൽ പോകണം. ഉറക്കഴിച്ചതുപോലെ പോകരുത്. സഭ ഞാൻ പറയത്തില്ല, ഒരു ചർച്ചിൽ കത്രിമേശ കൊടുക്കാൻ വേണ്ടി വാ വിളിച്ചപ്പോൾ ഇവിടെ 2 കൊമ്പ്. മനസ്സിലായവർക്കായി സ്തോത്രം. അടുത്തൊരാളിനെ നോക്കിയപ്പോൾ കണ്ണിലൊക്കെ ഇങ്ങനെ ഇത്ര ഉന്തി ഇരിപ്പുണ്ട്, കണ്ണിനകത്തുള്ള പഴുപ്പ്. ഒരാളുടെ ചീക്കാതെ ഒലിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് വൃത്തിയാക്കാതെ കിടന്ന പായോടെ അഴിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുക. എന്നാൽ ആ വ്യക്തി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കല്യാണത്തിന് പോയി. എന്തൊരു കെറ്റപ്പായിരുന്നു. കാറൊക്കെ വാടകയ്ക്ക് എടുത്ത് എല്ലാവരെയും കാണിക്കാൻ പോയി ഇറങ്ങി. സാരിത്തുമ്പ് പിടിക്കാൻ വേറൊരാൾ. ആരാധനാലയത്തിൽ വരുമ്പോൾ സാരിത്തുമ്പുമില്ല, ഒരു തുമ്പുമില്ല, കുളിക്കത്ത് പോലുമില്ല. ദൈവമക്കൾ ആരും പിണങ്ങരുത്. ഈ പുസ്തകത്തിലെ കാര്യം തെളിവ് തരാൻ ഞാൻ. സ്തോത്രം. അടുത്തത് നിങ്ങൾ നോക്കൂ, 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ 41-ാമത്തെ വാക്യം വായിച്ചേ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 41-ാമത്തെ വാക്യം. യെസ്. ഹല്ലേലൂയ. വായിച്ചോളൂ 1 ശമൂവേലിന്റെ പുസ്തകം. യോനാഥാൻ ദാവീദിനോട്, യഹോവ എനിക്കും നിനക്കും എന്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി. യോനാഥാനോ പട്ടണത്തിലേക്ക് പോന്നു. എൻ്റെ പൊന്ന് കർത്തദാസിയെ, ഇത് ഏതാ വായിച്ചേ? 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. 41 തൊട്ട് 42 വരെ വായിച്ചു പാസ്റ്റർ. സോറി, കേട്ടില്ല. 41 വായിച്ചത് കേട്ടില്ല. അതാണ് തങ്ങമ്മേന്റെ വരെ കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. വായിച്ചോളൂ. ബാലിക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്തു കരഞ്ഞു. ഇപ്പൊ കറക്റ്റായി. ഇപ്പൊ റൂട്ടിലേക്ക് വന്നു. നോക്കൂ, ബാല്യക്കാരൻ പോയി ഉടനെ ദാവീദ് അകത്തേക്ക് തക്ക വശത്തേക്ക് വന്നെന്ന് എഴുന്നേറ്റ് വന്ന്
3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു. സ്തോത്രം. യോനാഥാൻ തൻ്റെ കുറവിനെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം പറ. കുറവിനെ വെളിപ്പെടുത്താൻ ഒരു യോനാഥാൻ ഉണ്ടെങ്കിൽ കരയാത്ത ദാവീദും കരഞ്ഞു. ഇന്ന് കുറവിനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കുറവ് ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ ദൈവം എണീപ്പിച്ചതിന് വേണ്ടിയാ. പറ, അഭിഷക്തന്മാർ പറഞ്ഞോ കുറവിനെ വെളിപ്പെടുത്താൻ. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന ചില കുറവിനെ വെളിപ്പെടുത്താൻ യോനാഥാനെ ദൈവം അയച്ചു. യോനാഥാൻ വന്ന് ദാവീദിന്റെ മുൻപിൽ തൻ്റെ കുറവിനെ ഉണർത്തുകയാണ്. 17, 18, 19 അധ്യായം, 20 അധ്യായം തുടങ്ങി 21 അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതനായിട്ടുള്ള ബന്ധവും ആടുകളുമായിട്ടുള്ള ബന്ധവും ഇടയനുമായിട്ടുള്ള ബന്ധവും യോനാഥാൻ 11 വാക്യം മുതൽ ഇങ്ങോട്ട് സംസാരിച്ചു വരുമ്പോൾ 10 വാക്യത്തിൽ ആധികാരികമായി സംസാരിക്കുകയാണ്. എന്നാൽ 11 വാക്യം വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് സംസാരിക്കുക. എന്നാൽ 12 വാക്യത്തിൽ വരുമ്പോൾ ദാവീദും യോനാഥാന് പിന്നെയും ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്നൊരു സമയമാണ്. എന്നാൽ 13 വാക്യം വരുമ്പോൾ പിന്നെയും ദാവീദിൻ്റെ ഉള്ളിനെ അറിയുന്ന യോനാഥാനും ദൈവവും. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും ദൈവത്തിൻ്റെ ദയ യോനാഥാനിൽ കൂടെ ദാവീദിൽ വരികയാണ്. 15 വാക്യത്തിൽ പറയുന്നു ദാവീദിൻ്റെ ശത്രുക്കളെ സ്തോത്രം ദൈവം ഭൂതലത്തിൽ നിന്ന് മാറ്റുകയാണ്. നോക്കിക്കേ 17 വാക്യം മുതൽ നമ്മളിങ്ങ് താഴോട്ട് വായിക്കുമ്പോൾ യോനാഥാൻ്റെ ശബ്ദം ദാവീദിന് നേരെ ജ്വലിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവപൈതലേ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് നേരെ എത്രത്തോളം ശത്രു എണീറ്റാലും അതിനെ അബദ്ധമാക്കുവാൻ ഒരു ദൈവം യോനാഥാൻ എന്ന പ്രവാചകനെ എണീപ്പിച്ചു. ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിലൊരു പ്രവാചകനെ ദൈവം എണീപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ആ ദേശത്തിൽ എവിടെയൊക്കെയോ ചില അനർത്ഥങ്ങൾ സംഭവിക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് ദൈവം പ്രവാചകന്മാരെ ദേശത്തിൽ സഭയിലും എണീപ്പിക്കുന്നത്. ദൈവമക്കൾ ശക്തമായി ദൈവമേ, എൻ്റെ തലമുറ 2 പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 3 തലമുറയുണ്ട്, ഞാൻ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ തന്നാൽ ഞാൻ നിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. സ്തോത്രം എന്ന് ഇന്ന് രാത്രി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾ 2 പേരും പ്രവാചകിമാരാകട്ടെ. ഫിലിപ്പോസിൻ്റെ തലമുറകൾ കണ്ടില്ലേ, അവരെല്ലാം പ്രവാചകിമാരായില്ലേ? എന്താ കാര്യം? അപ്പൻ്റെ സമർപ്പണവും അമ്മയുടെ പ്രാർത്ഥനയുമാണ് ആ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവിടെ ആ ഭാഗം നിൽക്കട്ടെ. അടുത്ത് നമുക്ക് കുറച്ചൊരു ഭാഗം എഴുതിക്കോളൂ. സ്തോത്രം. യഹോവയുടെ ശബ്ദം എന്ന പ്രയോഗം 7 പ്രാവശ്യം സങ്കീർത്തനം 29:3 മുതൽ 9 വരെയുള്ള ഭാഗത്ത് കാണുന്നു. തുടർച്ചയായുള്ള വാക്യങ്ങളിൽ ഇടിമുഴക്കത്തോടുള്ള കൊടുങ്കാറ്റാണ് വിവരിക്കുന്നത്. എന്നാൽ യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നത് വെള്ളത്തിന്മീതെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമ ഇസ്രായേലിന് ബ്രാക്കറ്റിലാണ് പഴയ നിയമ ഇസ്രായേലിനും ഏറ്റവും അടുത്ത കടൽ, ബ്രാക്കറ്റ് ക്ലോസ്, ഏറ്റവും അടുത്ത കടൽ
ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, 1-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്, ഈ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. സ്തോത്രം. 24-24 ഒരു മിനിറ്റ് പോലും റെസ്റ്റില്ലാതെ ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയാ? ഭൂമി, വെള്ളം മാറണം, രണ്ടും രണ്ട് ദിശയിലേക്ക് വരണം. ആ തലത്തിൽ ഇന്ന് രാത്രിയിലും ചില പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കണം. മനുഷ്യൻ നമ്മെ എന്ത് വിധി പറഞ്ഞാലും ദൈവത്തിൻ്റെ പരിവർത്തനം നമ്മുടെ മേൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. ബ്ലഡ് ഇങ്ങനെ സർക്യൂഷൻ ചെയ്യുന്നത് പോലെ ഒരു സെക്കൻഡിൽ ആമേൻ ബ്ലഡ് ഇങ്ങനെ ആമേൻ ആ കാലിൻ്റെ വിരൽ മുതൽ ഉച്ചം തലവരെ നേരെ തിരിച്ച് ആ ഒരു സെക്കൻഡ് കൊണ്ട് തിരിച്ച് എവിടെ നിന്നാണോ ബ്ലഡ് പമ്പ് ചെയ്തത് അവിടേക്ക് വന്ന് പിന്നെയും പമ്പ് ചെയ്യുക. ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ മിനിസ്ട്രിയിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ സംസാരത്തിൽ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ കേൾവിയിൽ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ശബ്ദത്തിൽ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ യാത്രയിൽ ദൈവാത്മാവ് ഞാൻ നോട്ടാണ് പറയുന്നത്, എൻ്റെ മുമ്പിൽ നോട്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പോൾ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, നമ്മൾ ഇരിക്കുന്ന ആരാധനയ്ക്കുള്ള മാത്രമല്ല പരിവർത്തനം, നമ്മുടെ എല്ലാ തലങ്ങളിലും പരിവർത്തനം. കേൾവിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റൂ. നമ്മുടെ കാഴ്ചയിൽ ദൈവാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ നമുക്ക് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ കാണാൻ കഴിയൂ. സ്തോത്രം. ആമേൻ. നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പരിവർത്തനം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കണം. അവിടെയാണ് പാഴും ശൂന്യമായതിനെ ദൈവം പണിതെടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ആ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ 4-ാം അധ്യായം 10 വായിക്കേണ്ട 4:10 പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ, എൻ്റെ അതിരുകളെ നീ എന്ത് ചെയ്യണം? വാസ്തവമായി എൻ്റെ അതിരുകളെ നീ എന്ത് ചെയ്യണം? വിസ്താരമാക്കണം. എബേസിൻ്റെ പ്രാർത്ഥനയാ, വാസ്തവമായി നിന്റെ അതിരെന്ത് ചെയ്യണം? വിസ്താരമാക്കണം. വിസ്താരമാക്കണം. പ്രാർത്ഥിക്കാൻ കഴിയുമോ? വിസ്താരമാക്കണം. ചിലത് വിസ്താരമാകണം. ആമേൻ. ചിലയിടത്തൊക്കെ ചുരുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി കുരുങ്ങിക്കിടക്കുന്നത് ആമേൻ വിസ്താരമാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആദ്യം നമ്മുടെ എയിം എവിടെയാ? ദൈവം. അത് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയല്ല. ഗോഡ്, മൈ ഗോഡ്, കർത്താവ് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയെല്ലാം. അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വരണം. ആമേൻ. നിങ്ങൾ തന്നെ അഭിഷക്തന്മാരും പറ, ഞാൻ ഈ മീറ്റിംഗ് കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങളുടെ സമ്മതം ഇല്ലാതെ? ആമേ. എനിക്ക് പലരെ ഏൽപ്പിച്ചിട്ട് പോകാം, പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ചതാ. എങ്കിലും ചില രാത്രികളിൽ ഞാൻ ചില മീറ്റിങ്ങിന് പോകുമ്പോൾ അത് എൻ്റെ അവിടുത്തെ മീറ്റിംഗ് അല്ല വിഷയം, ഈ മീറ്റിംഗ് എങ്ങനെ നടക്കുന്നു എന്നാണ് എൻ്റെ ഒരു വേദന. എന്നാൽ ഇന്ന് രാത്രി നമ്മളിൽ ഏറ്റവും വേണ്ടത് ദൈവം നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുക എന്നാണ്. അതിൽ നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ കർത്താവിൻ്റെ വേലയിൽ നമ്മൾ ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിൽ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മളത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ പള്ളിയിൽ 2 പിള്ളേരെ പഠിപ്പിക്കണം, ഓക്കെ ഞാൻ റെഡി. 2 പിള്ളേരെ പാട്ട് പഠിപ്പിക്കണം, ഓക്കെ ഞാൻ റെഡിയാണ്. ആ ജനൽ തുടയ്ക്കണം, ഓക്കെ ഞാൻ റെഡി. ആ പുല്ല് പറിക്കണം, ഓക്കെ ഞാൻ റെഡി. ചപ്പും ചവറും മാറ്റണം, ഓക്കെ. പള്ളി വൃത്തിയാക്കണം, ഓ ശരി. അതാരെ വേലയാ? കർത്താവിൻ്റെതാ. ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ല പള്ളി, ദൈവത്തെ എല്ലാം. എന്ത് ചെയ്യണം? നമ്മൾ പരിവർത്തനത്തിലേക്ക് വരണം. നമ്മളുടെ മേൽ ദൈവാത്മാവ് ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടേ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ പരിവർത്തനത്തിലേക്ക് നമ്മൾ പോകണം. അന്നിരുന്നത് പോലെയാണോ ഇന്ന്? അന്ന് പണ്ട് 10 വർഷം മുമ്പേ ഉള്ളതുപോലെയാണോ നമ്മുടെ റോഡുകൾ, നമ്മുടെ വീടിൻ്റെ അവസ്ഥകൾ, നമ്മുടെ രീതികൾ? അല്ല. ആരാധനകൾ അന്നൊക്കെ നമ്മൾ ചാണകം മുഴുകി തറയിരിക്കില്ല. ഇന്നെല്ലാം കസേരകളായില്ലേ, ഒരാളിന് പോലും തറയിരിക്കണ്ട. സ്തോത്രം. ഇരുന്നാൽ പിന്നെ എണീക്കാനും പറ്റും, 2 പേര് വേണം പിടിക്കാൻ വന്താണിക്ക്.
അതുകൊണ്ട് പിന്നെ ആരും ഇരിക്കാനും പോകത്തില്ല. പണ്ടത്തെ ആരാധന കാണണം. അമ്പോ രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഇരിപ്പ് എഴുന്നു കഴിഞ്ഞാൽ ആരാധന ആശീർവാദം പറയണം. ഇന്നങ്ങനെ ആമേൻ സ്തോത്രം. കാണിക്കട കഴിക്കുമ്പോഴത്തേക്ക് കുറേ എണ്ണം വെളിയിലോട്ട് പോകും, ബാത്റൂം തുറന്നിടാൻ. അടുത്ത് കാണിക്കയിട്ട് കഴിയുമ്പോൾ കുറേ എണ്ണം അങ്ങ് പോവും. സ്തോത്രം, ഹല്ലേലൂയ. അന്നത്തെ ആരാധനയാണ്. അതുകൊണ്ട് പിതാക്കന്മാരുടെ വിത്തുകളാണ് നമ്മളെല്ലാവരും. സ്തോത്രം. അവരന്ന് കരഞ്ഞതിൻ്റെ കണ്ണീരാ നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ പേര് പട്ടുപോയല്ലേ, എത്രയോ പേര് തീർന്നു പോയി. പക്ഷെ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതേ. കോവിഡൊക്കെ വന്ന് എത്രയോ പേര് തീർന്നു. നമ്മളെ നിർത്തിയിരിക്കുന്നത് നമുക്ക് ഇനിയും ശുശ്രൂഷയുണ്ട്. അതിൻ്റെ തെളിവാണ് നമ്മൾ ഇന്ന് രാത്രി സൂര്യനെ പോലെ ശോഭിച്ച് നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ വലിയ സ്റ്റേജൊന്നും കിട്ടിയില്ലല്ലോ. അതല്ല വിഷയം, സ്റ്റേജൊന്നുമല്ല വിഷയം, ദൈവം തരും സമയമാകുമ്പോൾ. പക്ഷേ നമുക്ക് ചർച്ചിനകത്ത്, നമ്മളെ ഏൽപ്പിച്ച സഭയ്ക്കകത്ത് ഒരു ചെറിയ കാര്യമാണ് നമുക്കുള്ളതെങ്കിൽ അതാണ് തേജസ്. സൂര്യനെ പോലെ പ്രകാശിക്കാൻ അവിടെ നമ്മൾ പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ വലിയ അത്ഭുതത്തിലേക്ക് ദൈവം നമ്മെ നടത്തും. ആമേൻ. നിങ്ങൾ എഴുതിയില്ല എന്ന് എനിക്കറിയാം. ആമേൻ. ഒന്നുകൂടെ ഞാൻ ആ ഭാഗം പറയുന്നു. അവിടെ ഇതിങ്ങനെയാണ് നമ്മൾ വായിച്ചത് ആ ഭാഗം. ഭൂമി പാഴും ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എഴുതിക്കോളൂ. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ പരിവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? അതിനടിയിലൊരു വരയിട്ടോളണം. സംസാരത്തിൽ പരിവർത്തനം സംഭവിക്കണം. സംസാരത്തിൽ പരിവർത്തനം സംഭവിക്കണം. കേൾവിയിൽ പരിവർത്തനം സംഭവിക്കണം. കേൾവിയിൽ പരിവർത്തനം സംഭവിക്കണം. 1, 2 ഇട്ടാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. കാഴ്ചയിൽ പരിവർത്തനം സംഭവിക്കണം. കാഴ്ചയിൽ പരിവർത്തനം സംഭവിക്കണം. നമ്മുടെ യാത്രയിൽ പരിവർത്തനം സംഭവിക്കണം. അതെങ്ങനെ യാത്രയിൽ പരിവർത്തനം സംഭവിക്കുന്നത് അറിയുമ്പോൾ, നമ്മളിന്ന് നടന്നു പോകുന്നെങ്കിൽ നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം നമ്മെ ഒരു വാഹനത്തിലയക്കും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിയ വാഹനത്തിലയക്കും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമ്മളെ ദൈവം ചെയ്യും, മാനിക്കും. അതാണ് പരിവർത്തനം. അന്നും ഇന്നും നടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ നടത്തിൽ എന്ത് ചെയ്യണം? പരിവർത്തനം സംഭവിക്കണം. നമ്മുടെ ഇടപാടുകളിൽ പരിവർത്തനം സംഭവിക്കണം. 4 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു പരിവർത്തനം അതാണ് ഇടപാട്. പരിവർത്തനം സംഭവിക്കണം. ആരാധനയിൽ പരിവർത്തനം സംഭവിക്കണം. ആരാധനയിൽ പരിവർത്തനം സംഭവിക്കണം. പ്രസംഗത്തിൽ പരിവർത്തനം സംഭവിക്കണം. പ്രസംഗത്തിൽ ഒരു പ്രബോധനം നമ്മൾ പറയുമ്പോൾ അതിനകത്തൊരു പരിവർത്തനം സംഭവിക്കണം. പ്രസംഗത്തിൽ പരിവർത്തനം സംഭവിക്കണം. ക്ലാസ് എടുക്കുമ്പോൾ, സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കുമ്പോൾ പരിവർത്തനം സംഭവിക്കണം. ഇപ്പോൾ 18 വയസ്സായ അല്ലെങ്കിൽ 16 വയസ്സായ 10 വയസ്സായ കുട്ടികളെ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു വർഷം കഴിയുമ്പോൾ അവർ പറയണം സ്നാനപ്പെടണം എന്ന്. അതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അടുത്ത് സഭയിൽ പരിവർത്തനം സംഭവിക്കണം. സഭയിൽ എന്ന് പറഞ്ഞാൽ, സഭയിൽ എന്ന് പരിവർത്തനം എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? സ്നാനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. അതാണ് പരിവർത്തനം. ഇന്ന് അനേക സഭകളിൽ സ്നാനങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ സ്നാനങ്ങൾ നടക്കണം. ഏതിൽ കൂടെ? ആരാധനയിൽ കൂടെ, സംസാരത്തിൽ കൂടെ, പ്രസംഗത്തിൽ കൂടെ, ആമേൻ, കാഴ്ചപ്പാടിൽ കൂടെ, ആമേൻ, എല്ലാം എന്ത് ചെയ്യണം? പരിവർത്തനം. ആരാധനയിൽ പരിവർത്തനം സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അടുത്തൊരു വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
6:3. ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോ അതിനകത്ത് എന്താ ഉണ്ടായത്? ഒരു പരിവർത്തനം ഒരു ആരാധനയ്ക്കകത്തുണ്ടായിരുന്നു, ഇല്ലേ? നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവരാർക്കുന്ന ശബ്ദത്തെ എന്ത് ചെയ്തു? ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അപ്പോൾ അവർ ആർക്കുന്ന ശബ്ദത്താൽ അവരിങ്ങനെ ആർത്തു പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ അതിലൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര ചിറകുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ സാറാബിന് 6 ചിറക്, 2 കൊണ്ട് പറന്നുകൊണ്ട്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മറച്ചുകൊണ്ട് എന്ത് പറയുന്നു? യഹോവ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. രാപ്പകൽ 24 hours സമയമില്ല അവർക്ക്. അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക് തുടങ്ങി 12 മണിക്ക് നിർത്താമെന്ന് പറയുന്നില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ആർക്കുന്ന ശബ്ദം എന്ത് ചെയ്യുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവരാർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് എന്ത് ചെയ്തു? നിറഞ്ഞു. അപ്പോൾ ആരാധന ആലയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പരിവർത്തനങ്ങൾ നടക്കുക. നമ്മളെല്ലാം ചിട്ടപ്രകാരമാണ്. 12 മണി തൊട്ട് 12:30 വരെ മെസ്സേജ്. 12:30 മുമ്പേ ആശീർവാദം പറഞ്ഞില്ലെങ്കിൽ പലരും എണീറ്റ് പോകും. സ്തോത്രം. ആ തലത്തിലേക്ക് നമ്മുടെ സഭ മാറിക്കഴിഞ്ഞു. എല്ലാ സഭകളുമല്ല, മാറിക്കഴിഞ്ഞു. ആമേൻ. പിന്നെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്നാൽ പിന്നെ പറയും, പാസ്റ്റർ നേരത്തെ സമയം കൊടുത്ത് 12:30 എന്തായാലും നിർത്തിയേ പറ്റും, കാരണം അടുത്ത് വേറെ പരിപാടിക്കുണ്ട്, കമ്മിറ്റി കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അല്ല, ആരാധനയ്ക്കാണ് സമയം. എല്ലാത്തിൻ്റെയും മുഖ്യ വിഷയം ആരാധന. കർത്താവ് ഇറങ്ങുന്ന സമയമാണ്. അവിടെ നമ്മൾ വേറെ ഒന്നിനും നമ്മൾ കൊടുക്കും. കർത്താവ് അതാണ്, യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിൽ നിന്ന് എന്ത് ചെയ്തു? എല്ലാ പൊൻവാണിഭക്കാരെയും കഴുതക്കച്ചവടക്കാരന്മാരെയും ആട്, കോഴി, മൃഗം, ചീട്ടിപ്പൂര് എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി. ആലയം വിശുദ്ധമാണ്. ആലയം, കർത്താവിൻ്റെ ആലയം ഒരു ചന്തയാക്കി മാറ്റി, ഒരു ചിട്ടിശാലയാക്കി മാറ്റി. കർത്താവിൻ്റെ ആലയത്തെ അവർ പല നിലയിലാക്കി കളഞ്ഞു. പക്ഷെ അവിടെ യേശു കർത്താവ് തന്നെ ചാട്ട കൊണ്ട് അടിച്ചവരെല്ലാം പുറത്താക്കി. അപ്പോൾ എന്ത് ചെയ്യണം? ആലയത്തിനകത്ത് അത് പാടില്ല. ആമേൻ. വിശുദ്ധ സ്ഥലത്ത് അതൊന്നും പാടില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ പറഞ്ഞു, ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. ഇവിടെ പള്ളി വന്നിട്ട് മുഖത്ത് നോക്കാത്ത എത്ര പേരുണ്ട്? ഒന്ന് കൈ കൊടുക്കാത്ത. അല്ലെങ്കിൽ അവർ പോയി ഇരിക്കട്ടെ, പിന്നെ ഞാൻ പോയിരിക്കാം. കാരണം ഒരുമിച്ച് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്നെങ്കിലോ, അതുകൊണ്ട് ഞാൻ കയറി ഫ്രണ്ടിൽ ഇരിക്കാം, അവരഴിച്ച് പോട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ പോവാം. അങ്ങനെയുള്ളവർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, ആലയം വിശുദ്ധമാണ്. സ്തോത്രം. നമ്മൾ അങ്ങോട്ട് മിണ്ടാൻ തയ്യാറാ, പക്ഷെ അവരിങ്ങോട്ട് വരുന്നില്ല. ആ ഒരു തലത്തിൽ നമ്മുടെ മനസ്സ് മാറണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാധന മധ്യത്തിൽ ദൈവം ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ തന്നെ പിശാച് ഇറങ്ങും. ദൈവം ഇറങ്ങും, പിന്നെ ആരിറങ്ങും? പിശാച്. അവിടെ ആലയം തുറക്കുമ്പോഴേ അവിടെ ഉണ്ട്. ആമേൻ. 10 മണിക്ക് ആരാധന തുടങ്ങുമ്പോൾ 10 മണിക്ക് അകത്ത് വരുന്നവരെല്ലാം കർത്താവ് വാതിൽക്കൽ നിന്ന് അനുഗ്രഹിച്ച് അകത്ത് കയറ്റും. 10:05 ആകുമ്പോൾ അവിടെ സാത്താൻ വരും. 10:05 സഭയ്ക്കകത്ത് പോണവരെല്ലാം സാത്താൻ കൈവച്ച് അകത്ത് വിടും. പൊയ്ക്കോ പൊയ്ക്കോ, നീ എൻ്റെ വക തന്നെ, പൊയ്ക്കോ പൊയ്ക്കോ, നീ എൻ്റെ വക. 10:15 10:30 10:45 എൻ്റെ വക തന്നെ, പൊയ്ക്കോ 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 പൊയ്ക്കോ. അപ്പോൾ തുടങ്ങുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് അതിനകത്ത് കയറിയാൽ കർത്താവ് കൈ വെച്ച് അനുഗ്രഹിച്ച് അതിനകത്ത് വിടും. പിന്നെ അതിനുശേഷം വരുന്നില്ല സാത്താൻ, പൊയ്ക്കോ, നീ എൻ്റെ മോനെ തങ്കക്കുട്ട മുത്തേ, നീ എൻ്റെ വക തന്നെ, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അവരങ്ങോട്ട് പോയതിനേക്കാളും വിഷമത്തോടെ തിരിച്ചു പോകുന്നത്. അതെന്താ കാര്യം? തലേ കൈവച്ചത് മറ്റവനാ. ഒരിക്കലും അതിനിടയാക്കരുത്. അതുകൊണ്ട് നേരത്തെ അകത്ത് കയറിക്കൊള്ളണം. സ്തോത്രം. അടുത്തൊരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം എഴുതിക്കോളൂ. യിരെമ്യാവിൻ്റെ പുസ്തകം 10:13 51:16. 51:16. ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ, എഴുതിക്കോളൂ, ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ
ദൈവത്തിൻ്റെ മുഴക്കം ഉണ്ടായി. ദൈവത്തിൻ്റെ മുഴക്കമുണ്ടായി. യഹോവ തൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത്, യഹോവ തൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത് മഹത്വത്തിൻ്റെ ദൈവവും, മഹത്വത്തിൻ്റെ ദൈവം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം മഹത്വവാനായ ദൈവം എന്നാണ്. യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു. വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടായതുപോലെ മഹിമയും ശക്തിയും ആണ് യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത. മഹിമയും ശക്തിയും ആണ് യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത. യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത പഴയ നിയമകാലത്ത് ഇസ്രായേലിന് വടക്കുള്ള പർവ്വതത്തിൽ നിന്നാണ് ലെബാനോൻ, അവിടെ വളരുന്ന ദേവദാരു, വൃക്ഷങ്ങൾ, വളരെ ഉയരമുള്ള ബലമുള്ളതുമാണ്. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. യഹോവയുടെ ശബ്ദം, 2 പർവ്വതങ്ങളിൽ യഹോവയുടെ ശബ്ദം ഉണ്ടാകുന്നു. യഹോവയുടെ ശബ്ദം 2 പർവ്വതങ്ങളിൽ യഹോവയുടെ ശബ്ദം ഉണ്ടാകുന്നു. ഹെർമോൻ പർവ്വതത്തിൻ്റെ മറ്റൊരു പേരാണ് സീനായ്. ആവർത്തന പുസ്തകം 3:9, സങ്കീർത്തനം 133:3, യെശയ്യാവിന്റെ പുസ്തകം 26:17, ഉൽപ്പത്തി 1, ഉൽപ്പത്തി 6:2, ഇയ്യോബ് 1:6, 2:1, 38:7, സങ്കീർത്തനം 82:6, 89:6.